ഇന്ന് ഒരു റെക്റ്റാങ്കിൾ പ്ലേസ്മാറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് 34 ചെയിൻ സ്റ്റിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ 5 ചെയിൻ വിട്ട് 6ാമത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി ഇവിടുത്തെ ആദ്യത്തെ 2 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് അടുത്ത ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 2 ചെയിൻ വീതം വിട്ട് 3 ഡബിൾ ക്രോഷ്യ ഈ എൻഡ് വരെ ചെയ്യണം. ഇതിൽ ഈ എൻഡ് വരെ എത്തി 2 ചെയിൻ വിട്ട് ആദ്യത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഈ ലാസ്റ്റ് എടുത്ത ഡബിൾ ക്രോഷ്യയിൽ വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ 3 ചെയിൻ എടുത്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതിൽ 3 ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം 2 ചെയിൻ എടുത്ത് ഈ സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 3 ക്ലസ്റ്റർ ഇതിൽ ചെയ്യണം. ഈ 3 എണ്ണത്തിനെയാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ എടുക്കുക, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ ഓരോ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് ഈ എൻഡ് വരെ എത്തണം. ഇതിവിടെ ഈ എൻഡ് വരെ എത്തി. പിന്നെ ആദ്യം ചെയ്ത ലൂപ്പിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 3 ക്ലസ്റ്റർ ഇതിനകത്ത് തന്നെ ചെയ്യണം. ഈ ലൂപ്പിൽ 3 ക്ലസ്റ്റർ ചെയ്ത് ഇനി വീണ്ടും ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യ ഒരേ ഗ്യാപ്പിൽ ചെയ്ത് ഈ എൻഡ് വരെ എത്തിക്കുക. അങ്ങനെ 2 കോർണറും നമുക്കിവിടെ ഈ സൈഡിലും കിട്ടും, ഈ സൈഡിലും 2 കോർണർ. അടുത്ത റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. മൂന്ന് ഡബിൾ ക്രോഷ്യ ഇതിനകത്ത് ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ കളർ ഉപയോഗിച്ച് 2 റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് നമുക്ക് അടുത്ത കളർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഇതിൻ്റെ വീതി കൂട്ടി കൂട്ടി ചെയ്ത് പോകാവുന്നതാണ്. അങ്ങനെ ഈ റെക്റ്റാങ്കിൾ സ്ക്വയർ മാറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.